വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 100 വീട് വെച്ച് നൽകുന്ന കർണാടകത്തിന് കേരളത്തിന്റെ കത്ത്. ടൗൺഷിപ്പ് പദ്ധതി അന്തിമമാക്കിയ ശേഷം എത്രയും വേഗം വിശദാംശങ്ങൾ അറിയിക്കാമെന്ന് മുഖ്യമന്ത്രിയുടെ കത്ത്. വീടിന്റെ കാര്യം കർണാടക ഔദ്യോഗികമായി അറിയിച്ചത് ഡിസംബർ 6-ന് മാത്രമെന്ന് സിദ്ധരാമയ്ക്കുള്ള കത്തിൽ മുഖ്യമന്ത്രി പറയുകയാണ്. പ്രശാന്ത് കൃഷ്ണ കൂടുതൽ വിവരങ്ങൾ നൽകും. നേരത്തെ കർണാടകയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു അറിയിപ്പെന്ന് പറയുന്നത് 100 വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിലൊരു അറിയിപ്പും തിരിച്ചുണ്ടായില്ല എന്നതായിരുന്നു. പക്ഷേ ഡിസംബർ 6-ന് മാത്രമാണ് ഇത്തരത്തിലൊരു കത്ത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു എന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന കത്തിൽ പറയുന്നത്. ഇത് കോൺഗ്രസ് വലിയ തോതിൽ തന്നെ സംസ്ഥാനം പ്രതികരിച്ചില്ല എന്ന വിഷയം ഏറ്റെടുത്ത് പ്രചാരണം നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെതായ ഈ കത്ത് പുറത്തു വരുന്നത്. ഈ കത്തിൽ സിദ്ധരാമയ്യയ്ക്കുള്ള കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന് ഈ വയനാട് പുനരധിവാസത്തിനായി 100 വീടുകൾ വച്ച് നൽകാം എന്നതിൽ കേരളത്തിനുള്ള അതിയായ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കത്തിലൂടെ കേരളം ഒരു കാര്യം കൂടി വിശദമാക്കുന്നുണ്ട്. അതായത് ഡിസംബർ 6-ാം തീയതി മാത്രമാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നൽകുന്നത്. തനിക്ക് കത്തായി ലഭിക്കുന്നത് ഡിസംബർ മാസം 9-ാം തീയതിയാണ്. അതിൻ്റെ മറുപടി 13-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ഈ കത്തിലൂടെ നൽകുകയാണ്. ഇതിൽ പ്രധാനമായും കേരളം വിശദമാക്കുന്നത് വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് പദ്ധതിയുടെ വിശദാംശങ്ങൾ അന്തിമ രൂപമാകുന്ന മുറയ്ക്ക് കർണാടക സർക്കാരിനെ അറിയിക്കാം. മാത്രമല്ല വിശദമായൊരു ടൗൺഷിപ്പ് ഇതിനുവേണ്ടി പുനരധിവാസത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറാക്കുകയാണ്. ഇതിൻ്റെ പ്ലാനിംഗ് കൃത്യസമയത്ത് ട്രാക്ക് ചെയ്യുന്ന അടക്കമുള്ള സംവിധാനങ്ങളുള്ള ടൗൺഷിപ്പാണ് തയ്യാറാക്കുന്നത്. എന്തായാലും സംസ്ഥാനം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നു. പക്ഷേ ഇതിലൂടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി അറിയിക്കുന്നത് 6-ാം തീയതി മാത്രമാണ് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ. അന്ന് ഓഗസ്റ്റ് മാസം 3-ാം തീയതി സിദ്ധരാമയ്യ അവിടെ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഔദ്യോഗിക കത്ത് ഇവിടെ ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3-ാം തീയതി തനിക്ക് ഒരു ഔദ്യോഗികമായുള്ള കത്ത് ലഭിക്കുന്നു മുഖ്യമന്ത്രിക്ക്. അതിൻ്റെ മറുപടി 13-ാം തീയതി നൽകുന്നു. അപ്പോൾ നേരത്തെ വാക്കാൽ പറഞ്ഞത് ഔദ്യോഗികമായി ലഭിച്ചത് ഡിസംബർ മാസം 6-ാം തീയതി മാത്രമാണ് എന്നത് കേരളം ഇതിലൂടെ വിശദമാക്കുകയാണ്.